ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളിലും കാണുന്ന ഒരു വൈദിക മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഭാരതീയ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഉപനയന സമയത്ത് ഗുരുപദേശമായി മാത്രം ലഭിക്കുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി മന്ത്രമെന്നും ഗായത്രി മന്ത്രം കൂടാതെയുള്ള ഒരു മന്ത്രവും ഫലം തരുന്നില്ലെന്നും വിശ്വസിക്കുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി ആസ്ട്രോ സെന്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ജ്യോതിഷപരമായ സംശയങ്ങൾക്കും ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളെപ്പറ്റി അറിയുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗായത്രി ഉപദേശം യഥാവിധി നേടി ജപം ചെയ്ത ശേഷം മാത്രമാണ് മറ്റു മന്ത്രങ്ങൾ കൂടി ജപിക്കാൻ ഒരു സാധകന് അർഹതയുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ഗായത്രി മന്ത്രം സവിതാവിനോടുള്ള, അതായത് സൂര്യഭഗവാനോടുള്ള പ്രാർത്ഥനയാണ്. ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഗായത്രി മന്ത്രത്തിന്റെ അധിഷ്ഠാത്രിയായ ഭഗവതി പഞ്ചമുഖിയും ദശഹസ്തയുമാണ്. സൂര്യമണ്ഡലത്തിൽ കുടികൊള്ളുന്ന ഗായത്രി എന്ന ഈ ഭഗവതി ആദിപരാശക്തി തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഗായന്തം ത്രായതേ ഇതി ഗായത്രി, ഗായകനെ രക്ഷിക്കുന്നതെന്തോ അത് ഗായത്രി എന്ന് പ്രമാണം. വിശ്വാമിത്രനാണ് ഈ മന്ത്രത്തിന്റെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുത്തതെന്നാണ് ഐതിഹ്യം. ക്ഷത്രിയനായ അദ്ദേഹം തന്നെയാണ് ഈ മന്ത്രത്തിന്റെ ഋഷിയും. ഏതൊരു മന്ത്രത്തിനും ഋഷി, ഛന്ദസ്, ദേവത എന്നിവ കൂടിയേ തീരൂ. ഗായത്രി മന്ത്രത്തിന്റെ ഋഷി വിശ്വാമിത്രനും ഛന്ദസ് ഗായത്രിയും ദേവത സവിതാവുമാണ്. 24 അക്ഷരങ്ങളുള്ളതാണ് ഗായത്രി മന്ത്രം. വിധിപ്രകാരം 24 ലക്ഷം തവണ ഈ മന്ത്രം ജപിച്ച് അതിനുശേഷം യഥാക്രമം ഹോമം, തർപ്പണം, അന്നദാനം എന്നിവ നടത്തിയാൽ സാധകന് അഭീഷ്ടസിദ്ധി കൈവരുമെന്ന് വിശ്വസിക്കുന്നു. ദിവസവും 1008 ഒരു വീതം 1 വർഷം ജപിച്ചാൽ ത്രികാല ജ്ഞാനം സിദ്ധിക്കും. 2 വർഷം ജപിച്ചാൽ അഷ്ടസിദ്ധികളും ലഭിക്കും. 3 വർഷം ജപിക്കുകയാണെങ്കിൽ പരകായ പ്രവേശം ചെയ്യാനുള്ള സിദ്ധി താനേ ഉണ്ടാവും. 4 വർഷം ജപിച്ചാൽ ദേവജന്മം ലഭിക്കും. 5 വർഷം ജപിക്കുകയാണെങ്കിൽ ഇന്ദ്രനാവാം. 6 വർഷം ജപിച്ചാൽ ബ്രഹ്മലോകവാസം ലഭിക്കും. 7 വർഷം ജപിച്ചാൽ സൂര്യമണ്ഡലത്തിൽ ഗായത്രി ദേവിക്കൊപ്പം ഐക്യമാവാം എന്നാണ് വിശ്വാസം. കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവാൻ ഗായത്രി മന്ത്രം സഹായിക്കുന്നു. മുതിർന്നവരെക്കാൾ ഗായത്രി മന്ത്രം ഗുണം ചെയ്യുന്നത് കുട്ടികൾക്കാണെന്നാണ് വിശ്വാസം. ദിവസവും 108 തവണ ഈ മന്ത്രം ചൊല്ലിയാൽ കുട്ടികൾ ബുദ്ധിമാന്മാരാകും. അവർ ആഗ്രഹിക്കുന്ന എന്തും നേടാൻ സാധിക്കും. ശത്രുക്കളിൽ നിന്നും ഉപദ്രവമുണ്ടെങ്കിൽ ഇതിൽ നിന്നും രക്ഷ നേടാൻ ചൊവ്വ, ഞായർ, അമാവാസി ദിവസങ്ങളിൽ ചുവന്ന വസ്ത്രമണിഞ്ഞ് ദുർഗാദേവിയെ മനസ്സിലോർത്ത് ഈ മന്ത്രം ജപിക്കുക. വിവാഹ തടസ്സം നീങ്ങാൻ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ വസ്ത്രം ധരിച്ച് ഈ മന്ത്രം 108 തവണ പാർവതീ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ജപിക്കുക. വിട്ടുമാറാത്ത അസുഖങ്ങളാണെങ്കിൽ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ചുവന്ന വസ്ത്രം വിരിച്ച് ഇതിലിരുന്ന് ഈ മന്ത്രം ചൊല്ലാം. അടുത്തായി ഒരു പാത്രത്തിൽ വെള്ളവും വയ്ക്കണം. മന്ത്രം ചൊല്ലിയ ശേഷം ഈ വെള്ളം കുടിക്കണം. ദിവസവും ഗായത്രി മന്ത്രം ചൊല്ലുന്നത് ചർമ്മത്തിളക്കം വർദ്ധിപ്പിക്കും. ചീത്ത ഭക്ഷണശീലങ്ങൾ ഉപേക്ഷിച്ച് നല്ല ഭക്ഷണശീലങ്ങൾ സ്വായത്തമാക്കാൻ ദിവസവും ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഗായത്രി മന്ത്രത്തിന് കഴിയും. മനസ്സിന് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യാനും ആത്മീയ ജ്ഞാനം നേടാനും ഗായത്രി മന്ത്രത്തിന് കഴിയും. ഈ പറഞ്ഞ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക.